ഇപ്പോൾ സമയം രാത്രി 11 മണി. പ്രചരണം കഴിഞ്ഞ് സ്ഥാനാർത്ഥിയും പ്രചരണ ചൂടേറ്റ് തളർന്ന വോട്ടറും ഉറങ്ങാൻ തുടങ്ങുന്ന സമയം. പക്ഷേ ഈ ബൂത്തുകൾ സജീവമാണ്. കാരണം ഇവർക്ക് ഉറങ്ങാൻ കഴിയില്ല. നാളത്തെ പ്രചരണത്തിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് വിശകലനം ചെയ്ത് അവർ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുന്നു തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വൻപിച്ച് വിജയം നേടിക്കൊടുക്കുവാനായി. നമ്മൾക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഞങ്ങളിപ്പോൾ അഭ്യർത്ഥന ഉണ്ടായിരുന്നു. അഭ്യർത്ഥന എല്ലാം കൊടുത്തു കഴിഞ്ഞു. കൊടുത്തു കഴിഞ്ഞാൽ 2-3 ഗ്യാങ്ങായിട്ട് പോയി അഭ്യർത്ഥന എല്ലാ വീടുകളിലും എത്തിച്ചു. പിന്നെ 112 നമ്പർ ബൂത്താണിത്. ബൂത്ത് എല്ലാം കഴിഞ്ഞ ശേഷം വൈകുന്നേരം എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ ശേഷം തിരിച്ചു വന്ന് ഞങ്ങളിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടതാണ്. സ്ലിപ്പുകൾ എഴുതുകയാണ്. സ്ലിപ്പുകളെല്ലാം കിട്ടിയിട്ടില്ലെങ്കിൽ അത് വീണ്ടും നമ്മൾ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. സ്ലിപ്പുകൾ വില്ലയിൽ നിന്ന് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ആ സ്ലിപ്പുകൾ നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം കിട്ടാത്ത ആളുകളുണ്ട് അതിന് ബോധ്യപ്പെടുത്തി ആ വലിയ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടാനുള്ള സൗകര്യങ്ങൾ ചെയ്യും. പരമാവധി വോട്ടുകൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് സമാഹരിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷം നാളത്തേക്കുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ വോട്ടർ സിസ്റ്റമായിട്ട് അത്യാവശ്യം വീടുകളിൽ പോവുക, പരിശോധിക്കുക, മറ്റു കാര്യങ്ങൾ കൂടാതെ ഈ സ്ലിപ്പ് എല്ലാ വീട്ടിലും എത്തിയോ, ബില്ലുമാർ എത്തിച്ചോ ഇല്ലെന്നുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ ലാസ്റ്റ് ചിഹ്നങ്ങളെല്ലാം എല്ലാ പ്രദേശത്തും എത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ ഇതുപോലെ കൂടി നടത്തിയ പ്രവർത്തനം ഒന്ന് വിലയിരുത്തി നാളേക്കുള്ള പ്രവർത്തനം ആ വിലയിരുത്തലിൻ്റെ ഒരു ഭാഗമായി ചെയ്തു പോകുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഞങ്ങൾ ഈ ഓഫീസിൽ നിന്ന് ഈ നിലയിൽ പ്രവർത്തനം ആരോപിച്ചാണ് പോകുന്നത്. ഇനിയുള്ള മണിക്കൂറിൽ മാത്രമാണ് ഇതുവരെ ഞങ്ങൾ നേടിയൊരു മേൽക്കൈ നിലനിർത്താൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടാണ്. ഇനി നിശബ്ദ പ്രചരണത്തിന് നാളുകൾ. ബൂത്തുകളുടെ പ്രവർത്തനങ്ങൾക്കും തിരക്കേറുകയാണ്. രാത്രിയെ പകലാക്കി ഇവർ പണിയെടുക്കുന്നു തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വൻപിച്ച വിജയം സമ്മാനിക്കുവാനായി. ദൂരദർശൻ ന്യൂസിനു വേണ്ടി വിജീഷിനൊപ്പം ബിജു തറയിൽ, ആലപ്പുഴ.